പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുന്നു. ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിരിക്കുന്നു. തെളിവ് നശിപ്പിക്കൽ അടക്കം ഉള്ള ചാർജുകൾ തെളിഞ്ഞിരിക്കുന്നു. ഉദുമ മുൻ MLA ജനുവരി 3-നാണ് ശിക്ഷ പ്രസ്താവിക്കാൻ പോകുന്നത്. കൃപേഷിന്റെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം. ഇനിയിപ്പോൾ അതുവരെ കാത്തിരിക്കാം. ഇതുവരെ നമുക്ക് അനുകൂലമായിട്ട് തന്നെ എല്ലാം വന്നു. ഇനി അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പരമാവധി ശിക്ഷ വേണമെന്നൊരു ആവശ്യമായിരിക്കും അല്ലേ? അതന്നെയാണ് ഏറ്റവും പരമാവധി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർ കൊടുക്കണമെന്നാണ്. 1 മുതൽ 8 പ്രതികൾക്ക് നേരിട്ട് കൊലക്കുറ്റത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആ വിധത്തിൽ കുറ്റക്കാരാണെന്നാണ് കോടതിയുടെ വിധി. അതിലിപ്പം എല്ലാവർക്കും ശിക്ഷ ലഭിക്കട്ടെ. കേസിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ചു. അന്നേരമൊക്കെ നിങ്ങൾ ക്രൈംബ്രാഞ്ച് വന്ന സമയത്തൊക്കെ അന്വേഷണം നേരായ രീതിയിലല്ല എന്ന് പരാതി കുടുംബം പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടാണ് നമുക്ക് CBI അന്വേഷണം കിട്ടിയത്. അതിലിപ്പം 24 പ്രതികളെ ഉണ്ടെന്ന് തെളിഞ്ഞു. പക്ഷെ അതിൽ 10 പേരെയാണ് ഇപ്പം വിട്ടിരുന്നത്. അത് വിഷമമുണ്ട്. എങ്കിലും ഇനി അനുകൂലമായ വിധി വരട്ടെ തന്നെയാണ്. ജനുവരി 3 വരെ കാത്തിരിക്കും. ഇനി ഇങ്ങനൊന്നും ആവർത്തിക്കരുത് എന്നത് കൂടിയാകും അല്ലേ? ഉണ്ട്. നഷ്ടപ്പെട്ടാൽ അതിൻ്റെ വേദന ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. കൃപേഷിന്റെ സഹോദരിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. CK വിജയൻ കൂടി നമുക്കൊപ്പമുണ്ട്. വിജയൻ, CPM-നെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ് എന്നത് അടിവരയിട്ട് പറയേണ്ടി വരും. കാരണം CBI അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്യാനുള്ള നീക്കമായിരുന്നു CPM-ന്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും ചെയ്തതാണ്. എത്രത്തോളം പ്രധാനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിധി? ഇപ്പോൾ കുടുംബത്തിന് വലിയ ആശ്വാസമാണ്. ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത, നടക്കാൻ പാടില്ലാത്ത രാഷ്ട്രീയ കൊലപാതകത്തിൽ സമൂഹത്തിലൊരു തിരുത്ത് അത് കോടതിയുടെ ഭാഗത്തുനിന്ന് ശിക്ഷാവിധിയിലൂടെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതേസമയം തന്നെ CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ? സ്വാഭാവികമായി ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം, CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ അവർ ഭരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഈ കേസിലെ വിധിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ഒരുപക്ഷെ ശിക്ഷ കൂടി വരുമ്പോൾ എന്തായിരിക്കും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഇത്രയും പേരെ ഒരുമിച്ച് ഒരു കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന കോടതി വിധി തന്നെ അപൂർവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇരട്ട കൊല ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനുള്ള സാധ്യത പോലും ഉണ്ട് എന്നാണ് നിയമവിദഗ്ധന്മാരെല്ലാം തന്നെ പറയുന്നത്. അങ്ങനെ കൂടെ വന്നു കഴിഞ്ഞാൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കാൻ കഴിയാത്തതും ന്യായീകരിക്കാൻ കഴിയാത്തതുമായ കടുത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. പ്രത്യേകിച്ച് ഈ സമ്മേളനങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന കാലയളവിൽ ഇനി അങ്ങോട്ടുള്ള സമ്മേളനങ്ങളിലെല്ലാം തന്നെ ഇത് ചർച്ച ആകാനുള്ള സാധ്യതയുണ്ട്. ഈ മാസം 1-ാം തീയതി, അത് അടുത്ത മാസം 1-ാം തീയതി മുതൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം തുടങ്ങാൻ വേണ്ടി പോകുന്നു. ആ സമയത്താണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അംഗം ഉൾപ്പെടെ കുറ്റക്കാരാണെന്ന കോടതിയുടെ കണ്ടെത്തൽ വരുന്നത്. ആ സമ്മേളനത്തിൻ്റെ ഇടയിലായിരിക്കും സ്വാഭാവികമായിട്ടും ജനുവരി 3-ാം തീയതി ഈ കേസിൻ്റെ ശിക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്ന പ്രസക്തി കൂടി ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായുണ്ട്. ഒരുപക്ഷെ TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം കേരളത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഇത്രയും മാത്രം നിഷ്ഠൂരമാണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തിയ ഒരു കേസ് ഉണ്ടായിട്ടില്ല. പക്ഷേ അതിലൊന്നും തന്നെ ഒരു കുലുക്കവുമില്ലാത്ത സാധാരണ CPM-ന്റെ രീതി തന്നെ അവർ ഇവിടെയും അവലംബിച്ചു. കേസിൽ ബന്ധമില്ലെന്ന് ആദ്യം പറയുന്നു, പ്രതികളെ തള്ളി പറയുന്നു. പിന്നീട് ആ കേസിലുള്ള പ്രതികൾക്കെല്ലാം തന്നെ പരോക്ഷമായി എല്ലാവിധ പിന്തുണയും, നിയമപരമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാ പിന്തുണയും ഈ പ്രതികൾക്ക് എല്ലാം തന്നെ നിരന്തരം നൽകി വരികയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രതികളെ, ഈ കേസിലെ പ്രതികൾ ആയ ആൾക്കാർ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അടക്കം മറ്റ് സ്വകാര്യ ചടങ്ങിലേക്ക് ഉൾപ്പെടെ ക്ഷണിക്കുകയും അവർക്കിടയിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം വരെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു പ്രതിയുടെ മകൻ്റെ കല്യാണത്തിന് പോയതിൻ്റെ പേരിൽ 4 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം വരെ കാസർഗോഡ് കോൺഗ്രസിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കാസർഗോഡ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രയും കഠിനമായ, അവർക്കൊരിക്കൽ പോലും ഉൾക്കൊള്ളാനോ സ്വീകരിക്കാൻ കഴിയാത്ത രീതിയും അത്രമാത്രം നിഷ്ഠൂരമായ ഒരു കൊലപാതകമായി തന്നെ അത് അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. 2019 ഫെബ്രുവരി 17 കൊലപാതകം നടക്കുന്നു. 3 മാസം കഴിയുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കാസർഗോഡിന്റെ ചരിത്രത്തിലില്ലാത്തത്രയും വിധം
പ്രതികരണം ആ തെരഞ്ഞെടുപ്പിലുണ്ടായി. KP സതീഷ് ചന്ദ്രൻ എന്ന അവരുടെ നേതാവ്, പ്രിയപ്പെട്ട നേതാവ്, ആ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കുകയും ചെയ്തു എന്നതും ശരി, ഈ തെരഞ്ഞെടുപ്പിന്റെ ഉള്ളുലച്ച ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു, ഇരട്ട കൊലപാതകമായിരുന്നു. അതിന്റെ പ്രതിഫലനം CK വിജയൻ പറഞ്ഞതുപോലെ അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും പിന്നീട് 5 വർഷത്തിന് ശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് CPM-ന്റെ ഉറച്ച കോട്ട എന്ന് കരുതപ്പെട്ട കാസർഗോഡ് ലോക്സഭാ സീറ്റിലെ CPM-ന്റെ തോൽവിയൊക്കെ.